എന്നാൽ പിതാവ് നമ്മളെ എങ്ങനെയാണ് സ്നേഹിച്ചത്? തൻ്റെ പുത്രനേക്കാൾ ഉപരി പിതാവ് നമ്മളെ സ്നേഹിച്ചു. പുത്രനോ സ്വർഗത്തെക്കാൾ ഉപരി നമ്മളെ സ്നേഹിച്ചു. പിതാവായി ദൈവമോ തൻ്റെ ഏകജാതനായ പുത്രനേക്കാൾ ഉപരി നമ്മളെ സ്നേഹിച്ചു. അല്ലെങ്കിൽ അവനെ നമുക്ക് വേണ്ടി തകർത്ത് കളയുമോ? ഇങ്ങനെയാണ് യെശയ്യാവ് പറയുന്നത്. അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് പിതാവിന് ഇഷ്ടം തോന്നി. ആരോട് ഇഷ്ടം തോന്നി? എന്നോടും നിന്നോടും ഇഷ്ടം തോന്നി. പാപിയായിരിക്കുന്ന മണ്ണ് കൊണ്ടെടുത്ത പുഴുതുല്യമായിരിക്കുന്ന ആയുസുള്ള നമ്മളോട് തൻ്റെ പുത്രനേക്കാൾ ഉപരി പിതാവിന് സ്നേഹം തോന്നിയിട്ട് ആ പുത്രനെ നമ്മുടെ പാപപരിഹാര ബലിയായിട്ട് ഈ ക്രൂശിലേക്ക് എറിഞ്ഞു കളഞ്ഞു. ഈ താണലോകത്തിലേക്ക്, ഈ ചേറ്റുകുഴിയിലേക്ക് അവനെ എറിഞ്ഞു കളഞ്ഞു. പ്രിയപ്പെട്ട പിതാവും പുത്രനും ഇത്രമാത്രം നമ്മളെ സ്നേഹിച്ചിട്ടും ഞാൻ നിങ്ങളോട് കാര്യം ചോദിച്ചട്ടെ, നിങ്ങൾ ഇപ്പോഴും പാപികളായിട്ട് തുടരുന്നത് എന്ത്? ഇപ്പോഴും നിങ്ങൾക്ക് പാപമോചനം നേടുവാൻ തക്കവണ്ണം യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് ചെല്ലുവാൻ കഴിയാതിരിക്കുന്നത് എന്ത്? ആകിയാൽ എന്നെപ്പോലെ ഒരു മനുഷ്യൻ നിങ്ങളെ എത്ര സ്നേഹിച്ചുവെന്നും എത്രമാത്രം ആർദ്രതയോടും മനസ്സലിവോടും കണ്ണുനീരോടും കൂടിയാണ് ഞാൻ പ്രസംഗിക്കുന്നതെന്നും ഇന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എങ്കിലും പ്രിയപ്പെട്ട, ലോകാവസാന ദിവസം പാപികളായിട്ടാണ് നിങ്ങൾ ഇന്ന് അടക്കപ്പെടുന്നതെങ്കിൽ ആ ലോകാവസാന ദിവസം യേശുക്രിസ്തുവിന്റെ മുമ്പിൽ ഇതേ രൂപത്തിൽ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഈ വിജയൻ എന്ന് പറഞ്ഞ ഹിന്ദു മതത്തിൽ നിന്ന് മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ മുമ്പിൽ ഏതുമില്ലാത്തവനും ഒന്നുമില്ലാത്തവനുമായിരുന്ന ഈ ഉപദേശി, ഈ സുവിശേഷകൻ നിങ്ങളെ എത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന് അന്ന് നിങ്ങൾ തിരിച്ചറിയും പ്രിയപ്പെട്ടവരെ. എന്നാൽ അന്ന് തിരിച്ചറിയുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഇന്ന് ഭൂമിയിൽ മരിക്കുന്നതിന് മുമ്പ്, യേശുക്രിസ്തു മടങ്ങി വരുന്നതിന് മുമ്പ് നിങ്ങളത് അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാമായിരുന്നു.